വിജയുടെ നാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റൂ. അതിന് മാത്രം ഒരു മാനസികമായ വളർച്ച വിജയ് വരുന്ന കാലത്ത് പറയുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പൊ മാനസിക പക്വത വന്നിട്ടുണ്ടാവില്ല. ഏതായാലും ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ഇതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ശ്രീ വിജയനെ കാണാനായിട്ട് അവിടെയുള്ള കുറെ കർഷക സംഘടനകളും കുറച്ച് ആൾക്കാരും തമിഴ്നാട്ടിലെ അവര് വിജയുമായിട്ട് ഒരു മീറ്റിങ്ങിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എനിക്ക് വേണ്ടി തമിഴ്നാട്ടില്. അപ്പൊ ഏതായാലും ഞാൻ വിജയനെ കാണുന്നുണ്ട്. അതൊരു കാര്യം. ഞാൻ ശ്രീ വി ഡി സതീശനെയും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവ് ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു നേട്ടമുണ്ടാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിലനിർത്തി അവരുടെ പോക്കറ്റുകൾ വീർപ്പിക്കുക എന്നല്ലാതെ ഇവിടുത്തെ ഇടതും വലതും അല്ലാത്ത പക്ഷമൊക്കെ എന്താ ചെയ്യുന്നത് ഇവിടെ? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇടപെടുന്നില്ല എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അതായത് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ തമിഴ്നാട് പറയണമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു നീക്കണം എന്നുള്ളത് വരെ ആയി. ഈ പൊളിച്ചു നീക്കാതിരിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് തമിഴ്നാടും കേരളവും സെൻട്രൽ ഗവൺമെന്റും പറയേണ്ടത്. ഇവര് ഈ ചർച്ച ചെയ്യും എന്ന് പറയുന്നത് സെന്റ് ജോർജ് ഫോർട്ടിൽ പോയിട്ടാ എന്തിനാ അങ്ങോട്ട് ഓടുന്നത്? ശ്രീ വിജയ് തിരുവനന്തപുരത്ത് വന്ന് നമ്മളാണ് അവരെ തീറ്റി പോറ്റണത്. നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണം, കാല് പിടിക്കണം. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തകരും എന്നുള്ള വാദങ്ങൾക്കാണ് പ്രസക്തിയും അതാണ് ശക്തവും. ഇന്ത്യ 50 ഡാമുകളിലേറെ തകർന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ. കണ്ണുനീരോടുകൂടി സംസാരിക്കുകയാണ്. 50ലേറെ ഡാമുകൾ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ. മുല്ലപ്പെരിയാർ ഡാം തകരും എന്നുള്ളതിനാണ് പ്രോബബിലിറ്റി കൂടുതൽ. ഇവര് ചർച്ച എന്ന് പറയണ്ടല്ലോ. ഒറ്റെണ്ണത്തിനെ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് അടുപ്പിക്കോ? ഇവിടുത്തെ ഇറിഗേഷൻ മിനിസ്റ്ററെ അടുപ്പിക്കോ? ഇറിഗേഷൻ മിനിസ്റ്ററിന്റെ പ്രസ്താവന ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്. ഞാൻ ചർച്ച നടത്താൻ പോകുന്നു. ആരോട്? ശ്രീ വിജയ് അവിടെ കേറ്റുവോമാരെ കേറ്റുവോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് വേണ്ടി ശ്രീ വിജയ് കേറ്റുവോ അവിടെ? പിന്നെ ഇവരെന്തോന്നും ഉണ്ടാക്കുന്ന ഈ പറയുന്നത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. സേവ് കേരള ബ്രിഗേഡിന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് റസൽ ജോയാണ് എൻ്റെ കൂടെയുള്ളത്. ഹലോ സർ. ഹലോ. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. നമ്മൾ സാധാരണ സംസാരിക്കാറ് എപ്പോഴും മുല്ലപ്പെരിയാർ വിഷയം തന്നെയാണ്. അതിൻ്റെ സീരിയസ്നെസ് മേ ബി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാറ് വാർത്തകളിൽ ഒരു ഈവനിങ് ചർച്ചകളിൽ വരുമ്പോഴോ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കാറുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് അമ്മ എന്താണ് ഇത്രയും നാളും സംസാരിക്കാണ്ടിരുന്നതും ചെയ്യാണ്ടിരുന്നതും? ഇല്ല, നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷക്കാലത്ത് ചർച്ച ചെയ്തു, പിന്നെ ഈ വർഷം വന്നപ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. യെസ്, അതിനപ്പുറത്തേക്ക് അതെ, തീർച്ചയായിട്ടും ഞാനും അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ വേനൽക്കാലത്തും കേസുമായിട്ട് സുപ്രീം കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതിയാണ് ഒരു പുതിയ ഡയറക്ഷൻ എന്റെ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ വേനൽക്കാലത്ത് ഉണ്ടെന്ന് പറയാൻ വേണ്ടി. ഓക്കെ. ഇല്ല, നമ്മളിപ്പം എല്ലാവരും ഉറ്റു നോക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ ഭരണമാറ്റം 2 സംസ്ഥാനങ്ങളിലും വന്നു. അപ്പോൾ 2 സംസ്ഥാനങ്ങളിലും വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് TVK ഇതുവരെ ഒരു ട്രഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടിരുന്ന പാർട്ടി അല്ല തമിഴ്നാട്ടിൽ വന്നത്. പുതിയൊരു പാർട്ടി ഫോം ചെയ്തു, വിജയുടെ സർക്കാർ. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കി ഇതിന് നമ്മളോടും കൂടി ഒരു ചർച്ചയെല്ലാം ചെയ്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മേ ബി. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് വരാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. വിജയ് ഈ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞത് അവർ ഒപ്പോസ് ചെയ്യുന്നു എഗെയിൻ പുതിയൊരു ഡാം വരുന്നതിന് വേണ്ടിയിട്ടെന്നാണ് വിജയ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ തീർച്ചയായിട്ടും സാറും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ പുതിയൊരു സർക്കാർ വരുമ്പോൾ മാറിയേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, വിജയുടെ നാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റുമോ? അതിന് മാത്രം ഒരു മാനസികമായ വളർച്ച വിജയ് വരുന്ന കാലത്ത് പറയുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പൊ മാനസിക പക്വത വന്നിട്ടുണ്ടാവില്ല. ഏതായാലും ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ഇതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക, അദ്ദേഹത്തിന്റെ നാടിന്റെ കൂടെ നിൽക്കുക, ആ സംസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക. ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്, ആ നാടിന്റെ കാര്യമാണ്. അതിൽ നിന്നൊരു മാറ്റം നമ്മുടെ ഭാഗത്തേക്ക് മാറി വരണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് പ്രയത്നിക്കേണ്ടത്. നമ്മുടെ തലയിലാണല്ലോ ഈ ഡാം ഇരിക്കുന്നത്. അവരുടെ തലയിലല്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കേരളത്തിലെ 4 കോടി ജനങ്ങൾക്കാണ് പ്രശ്നം. നമ്മളാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഭരണമാറ്റം സംഭവിച്ചത് എന്നാ? ബജറ്റ് ഇന്നായിരുന്നല്ലോ, ബജറ്റ് 19-ാം തീയതി അല്ലേ?
നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വന്നോ ബജറ്റ് അവതരിപ്പിച്ചാ? ബജറ്റ് അവതരിപ്പിച്ചു. അതില് ഈ മുല്ലപ്പെരിയാർ പുതിയ ഡാമിന് വേണ്ടി വക ഇരുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തോന്നാണ് ഇവർ പറയുന്നത്? ഞങ്ങള് പുതിയ ഡാമിന് വേണ്ടി ബജറ്റിൽ, ഈ വർഷത്തെ ബജറ്റിൽ ഞങ്ങൾ 3000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാമല്ലോ അവർക്ക്. അതിനിവർ തയ്യാറാണോ? അപ്പോ ഇവരിതിനൊന്നും തയ്യാറല്ല. ഈ പൊന്മുട്ടയിടുന്ന താറാവ് ഈ രാഷ്ട്രീയക്കാർക്കൊരു നേട്ടമുണ്ടാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിലനിർത്തി അവരുടെ പോക്കറ്റുകൾ വീർപ്പിക്കുക എന്നല്ലാതെ ഇവിടുത്തെ ഇടതും വലതും അല്ലാത്ത പക്ഷമൊക്കെ എന്താ ചെയ്യുന്നത് ഇവിടെ? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇടപെടുന്നില്ല എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ അവരുടെ ആൾക്കാരെ പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാർ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നത് നമ്മുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നല്ലേ സാർ പറഞ്ഞു വരുന്നത്? അതൊന്ന് ഞാന് ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം എൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ, അതായത് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ തമിഴ്നാട് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു നീക്കണം എന്നുള്ളത് വരെ ആയി. ഈ പൊളിച്ചു നീക്കാതിരിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് തമിഴ്നാട് സർക്കാർ പറയും. തമിഴ്നാടും കേരളവും സെൻട്രൽ ഗവൺമെന്റും പറയേണ്ടത്, എസ്പെഷ്യലി ഇത് ബെനിഫിഷ്യറി സ്റ്റേറ്റ് ആയ തമിഴ്നാട് പറയണം. അവരുടെ കാര്യം പോട്ടെ, തമിഴ്നാട് അവരുടെ കാര്യം നോക്കാൻ വിദഗ്ധരാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം പോട്ടെ. കേരളം ഇതുവരെ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. കേരളത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യാലോ. കേരളം നടത്തേണ്ട ഒരു കേസ് ഒരു വ്യക്തി ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് കേരളം നിശബ്ദത പാലിക്കുന്നു? ഞാൻ ഇത് ചോദിക്കാൻ കാരണം നമ്മളിപ്പോഴും പറയണ്ടേ പുതിയ സർക്കാർ വന്നു. പുതിയ സർക്കാരുമായിട്ട് സാർ ഒരു ചർച്ചയ്ക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഇതിനെ പറ്റി? അത് മുഖ്യമന്ത്രിയല്ല ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയുടെ ജോലി, കേരള സർക്കാരിന്റെ ഒരു ജോലി കേവലം ഒരു സാധാരണക്കാരൻ ഒരു വ്യക്തി ചെയ്യുമ്പോൾ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആരാ? ഞാൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിലോ മുഖ്യമന്ത്രിയാണ് എൻ്റെ അടുത്ത് വരേണ്ടത്. ഞങ്ങൾ ചെയ്യേണ്ട, ഈ ഗവൺമെന്റ് ചെയ്യേണ്ട, 62 വർഷമായിട്ട് കേരള സംസ്ഥാനം ചെയ്യേണ്ട ഒരു കാര്യം വ്യക്തിപരമായി നീ പോയി ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയറക്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു അപ്രീസിയേഷൻ പറയാലോ. എനിക്ക് അവിടെ അപ്രീസിയേഷൻ ഒന്നും വേണ്ട. ഞാൻ മുന്നോട്ട് തന്നെയാണ് പോണേ. ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയുടെ താഴെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും രാജ്യത്തിന്റെ ഭരണഘടനയുടെ താഴെയാണ്. ഈ ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അമ്മൂന്? ഒരാൾക്ക് ഇവിടെ ഭാരതത്തില് ഭയം കൂടാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് പരിരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ത്യയുടെ ആർമിക്കാണ് പരിഹരിക്കാൻ പറ്റുന്നത്. എൻ്റെ ആർമി വരും ഒരാൾക്ക് വേണ്ടി. അതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇവിടെ മനുഷ്യന് ഭയം കൂടാതെ ജീവിക്കാൻ ഉള്ള പ്രൊട്ടക്ഷനാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്. ഒരാൾക്കെങ്കിലും അതിനൊരു ഇൻഫ്രിഞ്ച്മെന്റ് വന്നാൽ ഈ എൻ്റയർ ഗവൺമെന്റ് മെഷീനറി അയാളുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ്. ഇത് ഒരാൾക്കല്ലല്ലോ, ഇത് 4 കോടി ജനങ്ങൾക്ക് ഭയത്തോടെയാണ് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. ആ ഭയം നീക്കാനുള്ള ചുമതല ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കും ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ഒന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് വരേണ്ട ഒരു ധാർമ്മികമായ ബാധ്യത അദ്ദേഹത്തിനുണ്ട്, ധാർമ്മികമായ കടമയുണ്ട്, ഇല്ലേ? 62 വർഷമായിട്ട് ഇവര് സുപ്രീം കോടതിയിൽ കേസ് നടത്തി തോറ്റില്ലേ? ആദ്യമായിട്ട് കേരളത്തിന് അനുകൂലമായ ഒരു വിധി മുല്ലപ്പെരിയാർ വിഷയത്തിൽ വന്നത് എൻ്റെ കേസിലാണ്. 2018 നമ്മുടെ മുഖ്യമന്ത്രി ഒരു കത്തെഴുതി എടപ്പാടി പളനിസ്വാമിക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്. ആ കത്തിൽ എന്താ പറഞ്ഞത്? എൻ്റെ നാട് പ്രളയത്തിലാണ്. 2018 എൻ്റെ നാട് പ്രളയത്തിലാണ്. കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നു, മനുഷ്യർ മരിച്ചൊഴുകി നടക്കുന്നു, കന്നുകാലികൾ മരിച്ചൊഴുകി നടക്കുന്നു, മഴ കനക്കുന്നു. അതുകൊണ്ട് ദയവായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ എടപ്പാടി പളനിസ്വാമി, താങ്കൾ 3 അടി വെള്ളം കുറയ്ക്കണം. മുല്ലപ്പെരിയാർ ഡാമിലെ 3 അടി വെള്ളം കുറയ്ക്കണം. ജസ്റ്റ് വാമനൻ ചോദിച്ച പോലെ 3 അടി വെള്ളം കുറയ്ക്കണം. എന്നിട്ട് കുറച്ചില്ല. എന്നിട്ട് അതിനൊരു മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ഞങ്ങൾ 3 അടി
കുറയ്ക്കാനല്ല പോകുന്നത്, 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് ഉയർത്താനാണ് പോകുന്നതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹവും പ്രിയങ്കരനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് എനിക്കും. കാരണം ഒരു ജനത്തിന്റെ നേതാവാണ്, ഡെമോക്രസിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ അത് സാധ്യമല്ല എന്നും കണ്ണിൽ ചോരയില്ലാതെ അദ്ദേഹം പറഞ്ഞില്ലേ. ശവത്തിൽ കുത്തണ പോലെ കുത്തിയില്ലേ, ഞങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് ഉയർത്താനാണ് പോണെന്ന് പറഞ്ഞ് കുത്തിയില്ലേ. അന്ന് ഈ സാധാരണക്കാരൻ പോയാണ് 142 നിന്ന് 132 139 142 അടിയിൽ നിന്ന് 139 അടിയിലേക്ക് ജലനിരപ്പ് കുറച്ച് വാങ്ങിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന്. എന്നിട്ട് ഈ കേരള ഗവൺമെന്റ് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ പറഞ്ഞോ? അന്ന് ഭരിച്ചിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞോ? ഏതെങ്കിലും ഒരു MLA പറഞ്ഞോ? MP പറഞ്ഞോ? ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പറഞ്ഞോ? ജനപ്രതിനിധികൾ പറഞ്ഞോ? കാരണം എന്താ പറയാതിരിക്കാൻ കാരണം? ഇവരെല്ലാം ഈ രാഷ്ട്രീയമായ ഈ ഒരു കവർച്ചയുടെ ആൾക്കാരാണ്, അഴിമതിയുടെ ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർക്ക് പറയാനായിട്ട് എന്താ പ്രശ്നം? ഇത് മൊത്തത്തിലുള്ള ഈ ജനത്തെ വിൽക്കുന്ന ഏർപ്പാടിൽ ഒന്നാണ്. കേരളത്തിലെ 4 കോടി ജനങ്ങളെയും ആളെണ്ണി, എന്നെയും അമ്മുവിനെയും വരെ എണ്ണി കണക്ക് മറിഞ്ഞ് പണം വാങ്ങുന്ന അഴിമതിക്കാരാണ് ഇവര്. അതുകൊണ്ടാണ് തമിഴ്നാട് ഭരണ നേതൃത്വത്തിന് ഇവരെ പുച്ഛം. ഇവര് ചർച്ച എന്ന് പറയണ്ടല്ലോ, ഒറ്റെണ്ണത്തിന് സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് അടുപ്പിക്കോ? ഇവിടുത്തെ ഇറിഗേഷൻ മിനിസ്റ്ററെ അടുപ്പിക്കോ? ഇറിഗേഷൻ മിനിസ്റ്ററിന്റെ പ്രസ്താവന ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്. ഞാൻ ചർച്ച നടത്താൻ പോകുന്നു. ആരോട്? ശ്രീ വിജയ് അവിടെ കേറ്റുവോ? കേറ്റുവോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് വേണ്ടി ശ്രീ വിജയ് കേറ്റുവോ അവിടെ? പിന്നെ ഇവരെന്തോന്നും ഉണ്ടാക്കുന്ന ഈ പറയുന്നത്? സാർ, പക്ഷെ ഇപ്പോഴും എല്ലാവരുടെയും മുന്നിലുള്ള ഒരു ചോദ്യം എന്തായിരിക്കും അറിയോ? ഈ ഇത്രയും മനുഷ്യത്വമില്ലായ്മ കാണിച്ച് ഇവർ ഈ വെള്ളം ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം, അതായത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറ്റം പറയാം, പലതരത്തിൽ പറഞ്ഞാലും ശരിക്കും അവർക്കൊരു വെള്ളത്തിൻ്റെ സെക്യൂരിറ്റി കൺസേൺ ഉണ്ടോ? വെള്ളം ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രമാത്രം ശാഠ്യം പിടിക്കുന്നത്. അതെന്തായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല, അവര് വെള്ളത്തിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അവര് വീടാന്തരം വെള്ളം കൊടുത്ത് കാശ് വാങ്ങുന്നു. അവിടുത്തെ വ്യവസായങ്ങൾ ഫ്ലറിഷ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ വെള്ളം കിട്ടുന്നതുകൊണ്ടാണ്. അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ നടക്കുന്നത്. അമ്മൂനറിയോ, തമിഴ്നാട് ഇന്ത്യയിലെ 3ാമത്തെ എക്കണോമിയായി മാറിക്കഴിഞ്ഞു. 3ാമത്തെ സാമ്പത്തിക കേരളത്തിന്റെ അവസ്ഥ കൂടി നോക്കണം കേട്ടോ. തമിഴ്നാട് ഇന്ത്യയിലെ 3ാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുകയും കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തി മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റി. എല്ലാ റിസോഴ്സസും ഉള്ള നാട്. നമ്മൾ യൂറോപ്പിൽ ചെന്ന് നോക്കണം, വിദേശത്ത് പല രാജ്യങ്ങളിലും ഒക്കെ ചെന്ന് നോക്കണം. കേരളത്തിന്റെ അത്രയും റിസോഴ്സസ് ഒരിടത്തുമില്ല. കാലാവസ്ഥ എന്തും വിളയും. മരുഭൂമിയിൽ വിളയുന്ന ഈന്തപ്പഴം പോലും കേരളത്തിലെ ആൾക്കാർ വിളയിച്ചെടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിലുള്ള 2 ഈന്തപ്പഴം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഈന്തപ്പഴവും കേരളത്തിൽ വളരും. അത്രമാത്രം റിസോഴ്സസും പ്രകൃതിയാൽ അനുഗ്രഹീതവുമായ ഒരു സ്ഥലത്തെയാണ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തിച്ച് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഇവിടെ നിൽക്കട്ടെ, ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാ മതിയെന്ന് ആക്കി തീർത്തു ഇവര്. ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയമാണ് കേരളത്തിലെ പ്രശ്നം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. ഇന്ന് ഇവർ ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ ജിഞ്ചർ മീഡിയ ഇത് ചർച്ച ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇതാണ്. ഇതിന് പരിഹാരം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇവിടെ കേരളയിൽ വന്നു ഇപ്പോൾ പുതിയ റെയിലോ എന്തോ സംഭവമൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് എന്ത് കാര്യം? ഇതിന്റെ അടിയിൽ കൊണ്ടുവന്ന് എന്ത് വികസനം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും ഈ വിഷയമാണ്. മര്യാദക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിരുന്നെങ്കിൽ എനിക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ കേരള സർക്കാർ മര്യാദയ്ക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിരുന്നെങ്കിൽ കഥ മാറിയേനെ. വിജയൊന്നും ഭരണഘടനയുടെ മുമ്പിൽ ഒന്നുമല്ല, ഒരു മുഖ്യമന്ത്രി ഒന്നുമല്ല. പ്രധാനമന്ത്രി എന്തെങ്കിലും ആണോ ഭരണഘടനയുടെ മുമ്പിൽ? ആണോ? പ്രധാനമന്ത്രിയെ ഒരു മജിസ്ട്രേറ്റിന് ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു വരുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ രാജഭരണമൊന്നുമല്ല, ഡിക്റ്റേറ്റർഷിപ്പും അല്ല, തൊഴിലാളി വർഗ സർവാധിപത്യവും അല്ല, ഡെമോക്രസിയാണ്.
ഡെമോക്രസിയിൽ ഒരു പൗരനാണ് സുപ്രീം, ഒരു സിറ്റിസൺ ആണ് സുപ്രീം. സാർ ഇതിപ്പോൾ പറയണ്ടായി നമ്മളിപ്പം ഡീകമ്മീഷൻ ചെയ്യാൻ പോസിബിൾ അല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പറയണം എന്ന് വ്യക്തമാക്കണം എന്നുള്ളത് കേരള സർക്കാരാണെങ്കിലും തമിഴ്നാട് സർക്കാരിനോടാണെങ്കിലും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഡീകമ്മീഷൻ, അതായത് ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയണമെന്ന്. കളയാതിരിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാനൊരു കമൻറ്റ് കണ്ടതാണ്, ഇത് വസ്തുതാപരമാവണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു കമൻറ്റ് കണ്ടതാണ്. അതായത് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന റിസർച്ച് പ്രകാരവും കാര്യങ്ങൾ പ്രകാരവും ഇപ്പോഴും മെയിൻ്റനൻസ് ചെയ്തു കഴിഞ്ഞാൽ നിലനിന്ന് പോകുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് തിരിച്ചറിയുമ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി അവിടെ ഇപ്പോഴും ഈ കേസ് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ആ സമയത്ത് കേരളം എന്തിന് ശാഠ്യം പിടിക്കണം പുതിയൊരു ഡാം വരണം എന്നാണ് ആ കമൻറ്റ്. ഞാൻ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. കേരളം അവിടെ സുപ്രീം കോടതി പറയേണ്ടത് എന്താണെന്നറിയോ? അങ്ങനെ ഒരു സയൻസ് ഇല്ലാന്നാണ്. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിംഗ് പോസിബിൾ അല്ല. അതായിരുന്നു കേരളം സുപ്രീം കോടതി പറയേണ്ടത്. അത് പറയാതെ ഇതിന്റെ കാരണം എന്താണ്? അത് ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ടല്ലോ, ED ഉണ്ട്, CBI ഉണ്ട്, ഒരുപാട് ഏജൻസി ഉണ്ടല്ലോ. കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതെന്ന് അന്വേഷിക്കട്ടെ. അവരന്വേഷിക്കണമല്ലോ. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുണ്ടോ? ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന് വെള്ളം നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോലെസ് റിപ്പയറിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. നടക്കില്ല. അതൊരു കോമൺ സെൻസ് അല്ല. ഇപ്പൊ ഈവൻ പെനിക്കുക്ക് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് വീണതാണ്. ആ ക്രാക്ക് ഇന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ആളുകളുടെ ഒരു കോമൺ മാൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇത് ഞാൻ സാറിനോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, ഇപ്പൊ സാർ പറയണ്ടേ 1924 ഒരു ഇതില് ഒരു മീൻസ് ഫ്ലഡിന്റെ സമയത്ത് മുല്ലപ്പെരിയാറിന് ഒരു ക്രാക്ക് വന്നു. 2018 ഓൾമോസ്റ്റ് സിമിലർ ഒരു ഫ്ലഡാണ് നമ്മൾ കണ്ടത്. ഈ ഓരോ മഴക്കാലം വരുമ്പോഴും നമ്മൾ പറയും 2018 സമാന്തരമായിട്ടുള്ളൊരു ഫ്ലഡ് വരുന്നുണ്ട് എന്നെല്ലാ മൺസൂൺ സമയത്തും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ആപത്തിൽ തന്നെയല്ലേ? ഇവിടെ ഫ്ലഡ് മാത്രമല്ലല്ലോ. ഇവിടെ ഈ കേരളത്തിൽ 240 ഭൂകമ്പങ്ങൾ ഉണ്ടായി. അമ്മനറിയോ? 240 ഭൂകമ്പം. കേരളം ഒരു കാലത്തും ഈ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 1900 റിക്ടർ സ്കെയിൽ 6.1 വരുന്ന ഭൂകമ്പം നമ്മുടെ പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പോ അതിന് പിമ്പോ അങ്ങനത്തെ ഭൂകമ്പങ്ങളെ കുറിച്ച് നമ്മുടെ നാടിന് അറിവില്ല. പക്ഷെ ഇപ്പോ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയാണ്, കേരള ഗവൺമെന്റ് തന്ന രേഖയാണ്. ആ രേഖ വെച്ച് ഞാൻ സുപ്രീം കോടതി 240 ഭൂകമ്പങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അനക്കം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടുത്ത് വന്നാൽ പോരെ ഇത് തകർന്ന് താഴെ വീഴാൻ? വേണ്ട, ഏതെങ്കിലും ഡാമിന്റെ അടുത്ത് വന്നാൽ മതി, ആ ഡാം തകരും. യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് പറയണ ഒരു സംവിധാനം വെച്ചിട്ട് പുലർകാലം ഒരു 6 മണിക്കൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വെളിച്ചമില്ലേ, ആ വെളിച്ചത്തിൽ നിന്ന് അവർ ഊർജ്ജം ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഇവിടെ നമ്മുടെ സൂര്യാഘാതം വരുന്ന വെയിലുണ്ടായിട്ട് പോലും ആ സോളാർ എനർജി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അവിടെ എല്ലാം ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡ്സിന് പോകുന്ന വഴിക്ക് കാണാം, റോഡിന്റെ ഇരു സൈഡിലും വിൻമിൽസുകൾ. വലിയ കാറ്റൊന്നുമില്ല, കറങ്ങാനുള്ളൊരു കാറ്റ് ഏതായാലും ഉണ്ട്. അത് ഇവിടെയുണ്ട്. നമ്മുടെ സീഷോറിൽ അതിൽ കൂടുതൽ കാറ്റുണ്ട്. ഈ വിൻമിൽസൊക്കെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കരയിൽ സ്ഥാപിക്കണമെന്നില്ല, കടലിൽ സ്ഥാപിക്കാം. എനർജി ഉണ്ടാക്കി വിൽക്കാനുള്ള 100 സോഴ്സസ് ഇവിടെ ഉണ്ട്. എന്തിനാ ഇവിടെ ഡാം കണ്ടു വെച്ചാണ് ഈ പ്രകൃതി മുഴുവനും നശിപ്പിച്ച് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് കാര്യത്തിന്? ഫ്ലഡ് തടയാൻ പറ്റില്ല എന്ന് 2018 നമുക്ക് മനസ്സിലായില്ലേ? ഇത്രയും ഡാം ഉണ്ടായിട്ട് ഇവർക്ക് ഫ്ലഡ് തടയാൻ പറ്റിയോ? ഡാമിന്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് എന്താണ്? പ്രളയത്തെ തടയും. 84 ഡാംസ് ഉണ്ടായിട്ട് കേരളം മുഴുവനും കുട്ടിച്ചാറാക്കി കഴിഞ്ഞില്ലേ? അതിനെക്കുറിച്ച് ഒരു കേരള ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി എന്താ പറഞ്ഞതെന്നറിയോ? ഈ സർക്കാർ മനഃപൂർവ്വം ജനങ്ങളെ കൊന്നതാന്നാ പറഞ്ഞത്. അന്ന് ഭരിച്ചിരുന്ന പിണറായി സർക്കാർ ജനങ്ങളെ മനഃപൂർവ്വം കൊന്നതാന്നാ പറഞ്ഞത് അമിക്കസ് ക്യൂറി. ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് എതിർപ്പോ അനുകൂലമോ ഒന്നുമില്ല. ഒരു പ്രത്യയശാസ്ത്രത്തോടും എനിക്ക് എതിർപ്പോ അനുകൂലവും ഇല്ല. ഞാൻ ഈ പ്രത്യയശാസ്ത്രങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. എന്റെ പ്രത്യയശാസ്ത്രം വേറെയാണ്. മനസ്സിലായ? ഇനി ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വെച്ചുകൊണ്ട് അന്ന് ഭരിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും.
ജനങ്ങൾക്കുണ്ടായ നഷ്ടം, എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ കാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ അടക്കം ആലുവയിൽ മുങ്ങിപ്പോയതിന് 15 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടമുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ ദുരന്തമാണ്, അതുമൂലം ഞാൻ അനുഭവിച്ച 15 ലക്ഷത്തിൻ്റെ നഷ്ടം കാണിച്ച് ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മു, 2018 പ്രളയത്തിന്റെ വിക്ടിംസ് എല്ലാം കേരള സർക്കാരിനെതിരെ കേസ് കൊടുത്താൽ ഈ കേരളം വിറ്റാ കൊടുക്കാൻ പറ്റും ഇവരുടെ കോമ്പൻസേഷൻ? 40,000 കോടി രൂപയാണ് സർക്കാരിന് മാത്രം ഉണ്ടായ നഷ്ടം. ഇവരുടെ അനാസ്ഥ കൊണ്ട് എല്ലാ ഡാമുകളിലും വെള്ളം നിറച്ചു വെച്ച് രാത്രി പാതിരാക്കി മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ തുറന്നു വിട്ട് കാണിച്ച അനാസ്ഥ കാരണം കേരള സർക്കാരിന് പോയത് 40,000 കോടി. ജനങ്ങൾക്ക് എത്രയോ കോടികൾ പോയി. നമ്മൾ ഭരിക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നികുതി പണം വെച്ച് ഇലക്ഷനും നടത്തി ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ സമ്പ്രദായമാണിത്. കാണിച്ചു കൂട്ടുന്ന അവരെയും തെരഞ്ഞെടുത്ത് നിയമസഭയിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ പോലും. ഇനിയിപ്പോ ഇന്ന് ഭരിക്കുന്നവർ അന്ന് വല്ലതും പറഞ്ഞോ? അത് നമ്മൾ ചിന്തിക്കണം. അവരിത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും ഒരു പ്രക്ഷോഭണം നടത്തിയോ? ഈ സർക്കാർ റെസ്പോൺസിബിൾ ആണെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയോ? ഇല്ലല്ലോ. ബന്ദ് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ റോഡും ഇതെല്ലാം ഉപരോധിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളെ റോട്ടിലിട്ട് കൊല്ലുന്നുണ്ടല്ലോ ഇവര്, ഇല്ലേ? ഇവരുടെ സമരം മുഴുവനും ജനങ്ങൾക്കെതിരെയാണ്, അല്ലേ? സമര രീതികൾ മാറണം. ഭരിക്കുന്നവരാണ് തെറ്റെങ്കിൽ ഭരിക്കുന്നവരോ റോഡിൽ തടയോ, ഭരിക്കുന്നവർക്കെതിരെയായിരിക്കണം സമരം, അല്ലാണ്ട് ജനങ്ങൾക്കെതിരെയല്ല. ഈ പാർട്ടികൾ, 3 പാർട്ടി പാവപ്പെട്ട രോഗിയെ വഴിയിൽ തടയും. ഭരിക്കുന്നവർക്ക് എതിർപ്പുണ്ടെങ്കിൽ ഭരണപക്ഷത്തോടാണ് എതിർപ്പ് കാണിക്കേണ്ടത്. സമര രീതികൾ മാറണം, രാഷ്ട്രീയം മാറണം ഈ കേരളത്തിൽ. സാർ ഇതെല്ലാം പറയുമ്പോൾ രാഷ്ട്രീയം മാറണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ 2 പക്ഷത്തിലാണെങ്കിലും, കാരണം ഇതെപ്പോഴും കേരള തമിഴ്നാടു തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ടാണെന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. എന്നും മുല്ലപ്പെരിയാർ എന്നൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ, ഞാനൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ പറയും, നീ മിണ്ടണ്ട, നീ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെങ്കിലും സംസാരിക്കുന്ന ഒരു ഇതുണ്ട് തമിഴ്നാട്ടിലും മലയാളികളുടെ ഇടയിൽ. ഇന്ന് പുതിയ 2 സർക്കാർ വന്നിരിക്കുമ്പോൾ ഈ ജനകീയ സർക്കാരാണെന്ന് ഇപ്പോൾ ഒരു വന്നതേ ഉള്ളൂ, എന്നാലും നമ്മൾ ആ ഒരു ഹൈപ്പ് 2 ഇടത്തും ഉണ്ട് ഈ പറയുന്ന മാതിരി. പക്ഷെ സാറിന് എന്ത് തോന്നുന്നു? മീൻസ് ഇപ്പൊ ഇവിടെ ഇവർ പലതും ഒത്തുതീർപ്പാക്കുന്നത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അതേപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ മേളിൽ അത്രത്തോളം വിശ്വാസം അവിടെയും വെക്കുന്നുണ്ട്. അവർ ഭയങ്കര മീൻസ് മനുഷ്യത്വമുള്ള രീതിയിൽ തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സോ ഇവര് രണ്ടുപേരും തമ്മിലൊരു തീർപ്പാകും എന്നുള്ളൊരു തോന്നൽ, ഒരു പ്രതീക്ഷ എങ്കിലും ഉണ്ടോ സാറിന്? ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ വിജയനെ കാണാനായിട്ട് അവിടെയുള്ള കുറെ കർഷക സംഘടനകളും കുറച്ച് ആൾക്കാരും തമിഴ്നാട്ടിലെ അവര് വിജയുമായിട്ട് ഒരു മീറ്റിങ്ങിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എനിക്ക് വേണ്ടി. എവിടെ? തമിഴ്നാട്ടില്. അപ്പൊ ഏതായാലും ഞാൻ വിജയനെ കാണുന്നുണ്ട്. അതൊരു കാര്യം. ഞാൻ ശ്രീ VD സതീശനെയും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറവൂരത്തെ മുനിസിപ്പൽ ചെയർമാൻ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബജറ്റ് ഇന്നലെ ബജറ്റ്, ഈ ബജറ്റ് അവതരണത്തിന് ശേഷം അടുത്ത സൺഡേ ആലുവയിൽ വരുമ്പോ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ. അപ്പോൾ അത് മീൻസ് അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. ഒരു ജനകീയ സർക്കാരാണ് 2 ഇടത്തും. അപ്പോൾ പ്രതീക്ഷ ഉണ്ട്, ഇല്ലാതെ ഇല്ല. കാരണം പ്രതീക്ഷ വന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ജനങ്ങളെ ഒറ്റയടിക്കാൻ കൊല്ലാനൊന്നും ദൈവം സമ്മതിക്കത്തില്ല, അതുകൊണ്ടുള്ള പ്രതീക്ഷയുള്ളൂ. മനസ്സിലായി. അതാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇപ്പൊ കറണ്ട് നമ്മുടെ സുപ്രീം കോടതിയിലുള്ള ഒരു സ്റ്റേജ് ഇതാണ്. അത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. സുപ്രീം കോടതി കേസ് ഈ മുല്ലപ്പെരിയാർ ഡാം കേസിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഡയറക്ഷനാണ് കഴിഞ്ഞ ഒക്ടോബർ 13 വന്നത്. അത് എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. തമിഴും മലയാളവും കന്നഡയും തെലുങ്കും ഹിന്ദി ഏരിയയിലും എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്താണ്. ഇനിയിപ്പം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും സാറിന്? അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് എന്താണ് ചെയ്യണം? നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്താണോ? എന്താണ് ഇനി അടുത്തതിന്റെ ഒരു? ഇവര് നിസ്സംഗത പാലിച്ചാൽ സുപ്രീം കോടതി ഡീകമ്മീഷൻ ഉത്തരവിടും. അത് തന്നെ. ഇവർക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്കൊന്നും പറയാനില്ല, കേരള ഗവൺമെന്റിന് ഒന്നും പറയാനില്ല, വേറെ ഗവൺമെന്റുകൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഡീകമ്മീഷൻ ഉത്തരവാകും. അപ്പൊ ഡീകമ്മീഷൻ ഉത്തരവായ പുതിയ ഡാം വരണല്ലോ എങ്ങനെ പോയാലും? വേണ്ട, ഡാം പൊളിച്ചു കളയണം, അത്രയേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ വെള്ളം അവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആരുടെ കാര്യം? അത് അവരല്ലേ പറയേണ്ടത്. അവരിപ്പോ ഒന്ന് പറയണ്ടേ കോടതിയിൽ ഞങ്ങൾക്ക് വെള്ളം ആവശ്യമുള്ള ആൾട്ടർനേറ്റീവ് റെമഡി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയേണ്ടത് അവരല്ലേ? അവര് തിരുവനന്തപുരത്ത് ഒന്ന് പറയണ്ടേ? സുപ്രീം കോടതിയിലേക്കല്ല ഒന്ന് പറയട്ടെ. നമ്മളല്ലേ വെള്ളം കൊടുക്കേണ്ട ആൾക്കാർ.
തിരുവനന്തപുരത്ത് വരണം. ഇവര് ഈ ചർച്ച ചെയ്യും എന്ന് പറയുന്നത് സെന്റ് ജോർജ് ഫോർട്ടിൽ പോയിട്ടാ. എന്തിനാ അങ്ങോട്ട് ഓടണത്? ശ്രീ വിജയ് തിരുവനന്തപുരത്ത് വന്ന് നമ്മളാണ് അവരെ തീറ്റി പോറ്റണത്. നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണം, ശരിക്കും കാലു പിടിക്കണം. ഞങ്ങളുടെ 5 ജില്ലയിലെ രക്ഷപ്പെടുത്തണമെന്ന് പറയേണ്ടത് അവരാണ്. അവരിപ്പോ ചെയ്യണെന്താ? അവര് വലിയ തമ്പ്രാക്കന്മാരായിട്ട് ഇരുന്ന് അവിടുന്ന് കൽപ്പിക്കണേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് തിരുവനന്തപുരത്ത് വരണം. ശ്രീ വി ഡി സതീശനെ കണ്ട് പറയണം, ഈ നാടിന്റെ നേതാക്കന്മാരുടെ കാലു പിടിക്കണം 5 ജില്ലയ്ക്ക് വേണ്ടി. അതാ ചെയ്യേണ്ടത്. ഈ ചാവാൻ കിടക്കുന്ന ജനങ്ങളാണ് ഇപ്പൊ അവിടെ പോയി കാലു പിടിക്കാൻ നടക്കുന്നത്, അല്ലേ? ആത്മാഭിമാനം ഉണ്ടോ ഈ ജനങ്ങൾക്ക്? ഈ നാട്ടിലെ യുവാക്കൾക്ക് ആത്മാഭിമാനം ഉണ്ടോ? അവർക്ക് ഈ 50 വയസ്സും 60 വയസ്സും കഴിഞ്ഞ തല നരച്ച ആൾക്കാർ കൊടുക്കുന്ന ലൈഫ് എന്താണ്? അതെങ്കിലും ഈ നാട്ടിലെ യുവാക്കൾ ചിന്തിക്കണ്ടേ? അവരുടെ ജീവിതമല്ലേ ഇവരെല്ലാം കൂടി നരകാക്കി വെക്കണത്, ഈ തല നരച്ചവന്മാര്, അല്ലേ? അവർക്കൊരു ലൈഫ് ഉണ്ട് ഈ നാട്ടില്. ഇത് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മളെല്ലാം ഇത് വീട്ടിൽ തുടങ്ങണം. ഈ യുവാക്കളും കുട്ടികളും. ഞാൻ വേണമെങ്കിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ വോയിസ് കേൾപ്പിച്ചു തരാം. ഭയം. അവര് വീട്ടിൽ നിന്ന് തുടങ്ങി. ഈ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. നിങ്ങൾ എന്തെന്ന് ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിച്ചിട്ട്, ഞങ്ങൾക്ക് ഈ ദുരന്തമാണോ നിങ്ങൾ തരാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ട്. കുട്ടികൾക്ക് പേടിയുണ്ട്, യുവാക്കൾക്ക് ഭയമുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല. ആ മൊബൈൽ എടുക്കുക, ഞാൻ കേൾപ്പിച്ചു. ഇത് ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഭരണകൂടം ആർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ആകെ അവന്റെ പരാതി കേൾക്കാനുള്ളത് ആ നാട്ടിലെ ഭരണകൂടമാണ്. അപ്പൊ ആ ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് സമര പ്രഖ്യാപനങ്ങളും സമരങ്ങളും നടത്തി ഒരു പ്രയോജനം കാണുന്നില്ല. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുടങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല. പിന്നെ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു നിസ്സംഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇടുക്കി, കോട്ടയം ഭാഗങ്ങളിൽ. എന്തായാലും ഇത് സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഇനി നമ്മൾ പേടിച്ചിരുന്നിട്ട് അത് ഗവൺമെന്റ് ആണ് നമുക്ക് ചെല്ലുന്നത്. നമുക്കിപ്പോ പോയി മുല്ലപ്പെരിയാർ ജനങ്ങൾക്ക് പോയി ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചെയ്യേണ്ട ഗവൺമെന്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളിത് പെട്ടെന്ന് എടുത്തു കാണാൻ കാരണം എന്ന് വെച്ചാൽ ചർച്ച ചെയ്യപ്പെടുവാണ്. വിജയ് അവിടെ നിന്ന് നയം പ്രഖ്യാപിച്ചു, മുല്ലപ്പെരിയാർ ഞങ്ങൾ പുതിയ ഡാമിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയം പ്രഖ്യാപിച്ച് ഉറച്ചു പറഞ്ഞു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും തന്നെ സംസാരിച്ചോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്നോ ഒന്നും പറഞ്ഞൊരു ചർച്ച എവിടെയും കണ്ടില്ല. പക്ഷെ സാർ അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഞങ്ങൾക്ക് തന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആസ് ഓഫ് നൗ ഇതിൻ്റെ ഡിസ്കഷൻ ഇവിടെ നിൽക്കുകയാണ്. ഐ ഹോപ്പ് സുപ്രീം കോടതിയിൽ നിന്ന് സാറിന് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വരട്ടെ. എല്ലാവരും സാറിനെ അപ്രിഷിയേറ്റ് ചെയ്യട്ടെ. അതിന് ശേഷവും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കട്ടെ. അതേതായാലും ഉണ്ടാവും. സാർ ഇതേ സൗണ്ടിൽ തന്നെയാണോ കോടതി പോയി വാദിക്കുന്നത്? ഞാനിങ്ങനെ ഓർക്കാം, സാറ് മുഴങ്ങും അവിടെ. സാർ ഇങ്ങനെ തന്നെയാണോ കോടതി പോയി വാദിക്കുന്നത്? അല്ല, അത് ഞാൻ അങ്ങനെ മുഴങ്ങി വാദിക്കാൻ വേണ്ടി പോയി നിക്കണതല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാ. നമ്മളിപ്പോ നമ്മുടെ ക്ലയന്റ് ഇല്ലേ, ക്ലയന്റിന്റെ ഒരു കോസിന് വേണ്ടി നമ്മൾ അതിൽ തന്നെ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ തനിയെ വരുന്നതാണ് അത്. എന്നോടൊരു കോടതി ചോദിച്ചേ, ഇപ്പൊ അമ്മ ചോദിച്ച അതേ ചോദ്യം തന്നെ ഒരു കോടതി എന്നോട് ചോദിച്ചു. റസലെന്താണ് ഇങ്ങനെ ഈ ഇടിച്ചു കയറി വന്ന് അലറി വിളിച്ച് പറയണേ? ഞാൻ ഇങ്ങനെ ശാന്തായി. ഞാൻ പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ പറയട്ടെ. ഞാൻ പറ, ഞാൻ രണ്ടാമതും ചോദിച്ചു, ഞാൻ പറയട്ടെ അതിനുള്ള മറുപടി. പറയാനല്ലേ പറഞ്ഞേ, വക്കീൽ പറയുന്നു. ഞാൻ പറഞ്ഞേ, ഒരു 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 അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ കിണറിന്റെ വക്കത്ത് പോയി ഇങ്ങനെ ഭക്ഷണമൊക്കെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വഴുതി കുട്ടി കിണറ്റിലേക്ക് പോയി. അമ്മ എൻ്റെ കുട്ടി പോയി എന്നാണോ പറയണേ? എന്റെ കുട്ടി പോയി അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ എന്നോട് ജഡ്ജി ചോദിച്ചിട്ടുള്ള ഒന്ന്. കാരണം തീർച്ചയായിട്ടും സാറ് വന്നിരുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരും സംസാരിക്കുന്നില്ല. ഇദ്ദേഹത്തിനാണ് ഇതിനോട് ആത്മാർത്ഥത കാണിച്ച് സംസാരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരമാണ് എനിക്ക് തോന്നുന്നത്.
താങ്ക് യു സോ മച്ച്.